ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡോക്ടർ ജോസഫ് മേഴ്സി എഴുതിയ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കാണ്. അധ്യായം 3, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ഉപബോധ മനസ്സിൻ്റെ കഴിവ്. നിങ്ങളുടെ ഉപബോധ മനസ്സിന് അസാമാന്യ ശക്തിയുണ്ട്. അത് നിങ്ങളെ പ്രചോദിപ്പിക്കുകയും നേർവഴിക്ക് നയിക്കുകയും ഓർമ്മയുടെ ശേഖരത്തിൽ നിന്ന് പേരുകളും വസ്തുതകളും സംഭവങ്ങളും ഓർത്തെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയമിടിപ്പ് നിലനിർത്തുന്നതും രക്തചംക്രമണം നിയന്ത്രിക്കുന്നതും ദഹനപ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും ഉപബോധ മനസ്സാണ്. നിങ്ങൾ ഒരു കഷ്ണം ബ്രെഡ് കഴിക്കുമ്പോൾ ഉപബോധ മനസ്സ് അതിനെ പരിവർത്തനം ചെയ്ത് കോശങ്ങൾ, എല്ലുകൾ, മാംസപേശികൾ, രക്തം എന്നിവയാക്കി മാറ്റുന്നു. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വിജ്ഞാനിയായ മനുഷ്യന് പോലും ഈ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനാകില്ല. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ നിർണായക പ്രവർത്തനങ്ങളും പ്രക്രിയകളും നിയന്ത്രിക്കുന്ന ഉപബോധ മനസ്സിൻ്റെ പക്കൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരിക്കലും ഉറങ്ങുകയോ വിശ്രമിക്കുകയോ ചെയ്യുന്നില്ല. അത് എപ്പോഴും പ്രവർത്തന നിരതമാണ്. ഉപബോധ മനസ്സിൻ്റെ ശക്തി തിരിച്ചറിയാനായി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരാഗ്രഹം നടക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുക. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ശക്തികൾ സജീവമായി പ്രവർത്തിച്ച് ആഗ്രഹ സഫലീകരണത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെടും. സർവശക്തിത്വത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ശക്തിയുടെയും വിജ്ഞാനത്തിൻ്റെയും സ്രോതസ്സാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ലോകത്തെ നിയന്ത്രിക്കുന്ന, ഗ്രഹങ്ങളുടെ ചലനങ്ങൾ നിയന്ത്രിക്കുന്ന, സൂര്യന് വെളിച്ചമേകുന്ന ശക്തി. നിങ്ങളുടെ ആദർശങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പരോപകാരശീലത്തിൻ്റെയും ഉറവിടം ഉപബോധ മനസ്സാണ്. പ്രശസ്ത സാഹിത്യകാരനായ ഷേക്സ്പിയർ തൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ മനസ്സിലാക്കിയത്, അവരുടെ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കിയത് ഉപബോധ മനസ്സിൻ്റെ സഹായത്താലാണ്. സൗന്ദര്യവും അനുപാതവും ഘടനയും ഒത്ത വിസ്മയങ്ങൾ മാർബിളിലും വെങ്കലത്തിലും തീർത്ത ഗ്രീക്ക് ശില്പിയായ ഫിഡിയസും ഉപബോധ മനസ്സിൻ്റെ പ്രേരണയാലാണ് കലയിൽ ശോഭിച്ചത്. ഇതേ ശക്തിയുടെ സർഗവാസനയാൽ അനുഗ്രഹീതനാണ് പ്രശസ്ത ശില്പി റാഫേൽ മഡോണ. എന്ന വിസ്മയം തീർത്തതും ലുഡ്വിഗ് വാൻ ബീഥോവൻ സിംഫണികൾ സൃഷ്ടിച്ചതും. 1955 ഇന്ത്യയിലെ ഋഷികേശിലുള്ള യോഗ ഫോറസ്റ്റ് സർവകലാശാലയിൽ ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോയ അവസരത്തിൽ ബോംബെയിൽ നിന്ന് വന്ന ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനുമായി ഞാൻ സംസാരിച്ചിരുന്നു. ഇന്ത്യയിലെ ബംഗാളിൽ ജോലി ചെയ്തിരുന്ന സ്കോട്ട്ലൻഡുകാരനായ ഒരു ഡോക്ടർ ജെയിംസ് എസ് ഡെയിലിനെ കുറിച്ച് എന്നോട് പറയുന്നത് ഇദ്ദേഹമാണ്. ശസ്ത്രക്രിയാ വിദഗ്ധനായിരുന്ന ഡോക്ടർ എസ് ഡെയിൽ എയ്തറോ മറ്റ് ആധുനിക അനസ്തേഷ്യ സൗകര്യങ്ങളോ കണ്ടുപിടിക്കുന്നതിനു മുമ്പുള്ള കാലത്താണ് ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നത്. 1843 1846 ഇടയിൽ ഡോക്ടർ ഏതാണ്ട് 400ഓളം പ്രധാന ശസ്ത്രക്രിയകൾ നടത്തി. കൈകാലുകൾ മുറിച്ചുമാറ്റൽ, ക്യാൻസർ കോശങ്ങൾ നീക്കം ചെയ്യൽ, കണ്ണിലും ചെവിയിലും തൊണ്ടയിലുമുള്ള ശസ്ത്രക്രിയകൾ എന്നിവയെല്ലാം ഇവയിൽ ഉൾപ്പെടും. ഈ ശസ്ത്രക്രിയകളെല്ലാം മാനസികമായ അനസ്തേഷ്യ മാത്രം ഉപയോഗിച്ചാണ് ഡോക്ടർ നടത്തിയത്. ഡോക്ടറുടെ ശസ്ത്രക്രിയ മൂലം ജീവൻ നഷ്ടപ്പെട്ടവരുടെ തോത് തീരെ കുറവായിരുന്നു. 2-3% രോഗികൾ മാത്രം എന്നാണ് ഋഷികേശിൽ വെച്ച് പരിചയപ്പെട്ട ഇന്ത്യൻ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ശസ്ത്രക്രിയ നടക്കുമ്പോൾ രോഗികൾക്ക് വേദനയെ അനുഭവപ്പെട്ടില്ല എന്നതാണ് വാസ്തവം. ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് ഒരു രോഗി പോലും മരണപ്പെട്ടതുമില്ല. ഹിപ്നോട്ടിക് അവസ്ഥയിലിരിക്കുന്ന തൻ്റെ രോഗികളുടെ ഉപബോധ മനസ്സിനോട് അവർക്ക് യാതൊരു തരത്തിലുമുള്ള അണുബാധയോ പഴുപ്പോ ഉണ്ടാകില്ലെന്ന് ഡോക്ടർ എസ് ഡെയിൽ പറഞ്ഞു. രോഗാണുമുക്തമാക്കാത്ത ശസ്ത്രക്രിയാ ഉപകരണങ്ങളിൽ നിന്നും രോഗവ്യാപന ശേഷിയുള്ള ജീവജാലങ്ങളിൽ നിന്നുമാണ് മനുഷ്യന് അസുഖം പിടിപെടുന്നതും മുറിവ് സംഭവിച്ചാൽ പഴുപ്പ് ഉണ്ടാകുന്നതെന്നുമെല്ലാം ലൂയി പാസ്റ്റർ, ജോസഫ് ലിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് ഡോക്ടർ എസ് ഡെയിൽ തൻ്റെ ശസ്ത്രക്രിയാ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് ഓർക്കുക. ഡോക്ടർ എസ് ഡെയിലിൻ്റെ രോഗികളിൽ മരണനിരക്കും അണുബാധയുടെ തോതും കുറയാനുള്ള കാരണം
ഡോക്ടർ അവരുടെ ഉപബോധ മനസ്സിലേക്ക് പകർന്നിരുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണെന്നാണ് ആ ഇന്ത്യൻ ഡോക്ടർ പറഞ്ഞത്. ഡോക്ടറുടെ നിർദ്ദേശത്തിന് അനുസൃതമായി രോഗികളുടെ ഉപബോധ മനസ്സ് പ്രതികരിക്കുകയാണുണ്ടായത്. 120ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഉപബോധ മനസ്സിനുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞു എന്നത് എത്ര വിസ്മയകരമായ കാര്യമാണ്. ഉപബോധ മനസ്സിൻ്റെ അതീന്ദ്രിയമായ ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് അനുഭവപ്പെടുന്ന നിമിഷങ്ങളിൽ നിങ്ങളിൽ നിഗൂഢമായ അമ്പരപ്പ് നിറയാറില്ലേ? പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായി കാണാനും കേൾക്കാനുമുള്ള ഉപബോധ മനസ്സിൻ്റെ ശക്തിയും സമയകാലക്രമങ്ങളിൽ നിന്ന് സ്വതന്ത്രമായ അതിൻ്റെ സ്വഭാവവും നിങ്ങളെ എല്ലാ തരത്തിലുള്ള വേദനകളിൽ നിന്നും സഹനങ്ങളിൽ നിന്നും മോചിപ്പിക്കാനുള്ള അതിൻ്റെ കഴിവും എല്ലാ സമസ്യകൾക്കും പരിഹാരം കാണാനുള്ള ശേഷിയും എല്ലാം തന്നെ അത്ഭുതവാഹമാണ്. ഇവയെല്ലാം തെളിയിക്കുന്നത് നിങ്ങളുടെ വിജ്ഞാനത്തിലും ഉദാത്തമായ ശക്തിയും വിവേകവും നിങ്ങൾക്കുള്ളിൽ ഉണ്ടെന്നാണ്. അത് വിസ്മയകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഉപബോധ മനസ്സിൻ്റെ അത്ഭുത ശക്തികളിൽ വിശ്വസിക്കാനും അതേ ചൊല്ലി ആഹ്ലാദിക്കാനും ഈ അനുഭവങ്ങൾ തുണയാകും. ഉപബോധ മനസ്സ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുസ്തകമാണ്. ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ പകരുകയോ ഉറപ്പിക്കുകയോ ചെയ്യുന്ന ചിന്തകൾ, വിശ്വാസങ്ങൾ, അഭിപ്രായങ്ങൾ, സിദ്ധാന്തങ്ങൾ, തത്വങ്ങൾ എന്നിവയെല്ലാം വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സംഭവങ്ങളുമായി നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. നിങ്ങൾ ആന്തരികമായി എന്താണോ രേഖപ്പെടുത്തുന്നത് അത് നിങ്ങൾക്ക് ബാഹ്യലോകത്ത് അനുഭവമായി മാറും. ജീവിതത്തിന് 2 തലങ്ങളാണുള്ളത്: ആത്മനിഷ്ഠവും വസ്തുനിഷ്ഠവും, ദൃശ്യവും അദൃശ്യവും, ചിന്തയും അതിൻ്റെ സാക്ഷാത്കാരവും. നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ചിന്ത ബോധപൂർവമായ യുക്തിചിന്തയുടെ ഇടമായ തലച്ചോറാണ് ഗ്രഹിക്കുന്നത്. ബോധമനസ്സ് അഥവാ വസ്തുനിഷ്ഠമായ മനസ്സ് ഈ ചിന്തയെ പൂർണ്ണമായും അംഗീകരിച്ചു കഴിയുമ്പോൾ ആ ചിന്ത മനസ്സിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്ന സോളാർ പ്ലക്സസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അവിടെ വെച്ച് ഈ ചിന്തയ്ക്ക് വ്യക്തമായ രൂപമുണ്ടാകുകയും അത് നിങ്ങളുടെ അനുഭവമായി പരിണാമപ്പെടുകയും ചെയ്യുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഉപബോധ മനസ്സിന് തർക്കിക്കാനുള്ള കഴിവില്ല. നിങ്ങൾ അവിടെ എന്ത് രേഖപ്പെടുത്തുന്നുവോ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമേ ഉപബോധ മനസ്സിന് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ബോധമനസ്സ് നടത്തുന്ന നിർണയങ്ങൾ അത് അതേപടി അംഗീകരിക്കും. നിങ്ങളുടെ ചിന്തകൾ അനുഭവങ്ങളായി മാറുമെന്നതുകൊണ്ട് ജീവിത പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അമേരിക്കൻ എഴുത്തുകാരനായ റാൽഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞതുപോലെ, മനുഷ്യൻ സദാസമയവും എന്ത് ചിന്തിക്കുന്നുവോ അവൻ അതായിത്തീരുന്നു. നിങ്ങളുടെ ഉപബോധത്തിൽ രേഖപ്പെടുത്തുന്നതെന്തോ അത് ജീവിതത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നു. മനുഷ്യൻ്റെ ഉപബോധ മനസ്സിന് ലോകത്തെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അമേരിക്കൻ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം ജെയിംസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിരില്ലാത്ത വിവേകത്തിൻ്റെയും ധിഷണയുടെയും സ്രോതസ്സാണ് ഉപബോധ മനസ്സ്. നിഗൂഢമായ ചൈതന്യങ്ങളാൽ സമ്പുഷ്ടമാക്കപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ജീവസംബന്ധിയായ നിയമങ്ങൾ പിറവിയെടുക്കുന്നത്. ഉപബോധ മനസ്സിനെ നിങ്ങൾ വിശ്വസിപ്പിക്കുന്നതെന്തും യാഥാർത്ഥ്യമാക്കാൻ അത് കഠിന പ്രയത്നം നടത്തും. അതുകൊണ്ട് തന്നെ ശരിയായ ആശയങ്ങളും സൃഷ്ടിപരമായ ചിന്തകളും ഉപബോധ മനസ്സിൽ പതിയാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് മനുഷ്യർക്ക് ബോധ്യമില്ലാത്തതിനാലാണ് ലോകത്തിൻ്റെ ഇത്രയേറെ ദുരിതങ്ങളും പ്രശ്നവും ഉണ്ടാവുന്നത്. മനുഷ്യ മനസ്സിൻ്റെ ഈ 2 തലങ്ങളും ഐക്യത്തോടെ, ശാന്തിയോടെ, സഹവർത്തിത്വത്തോടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യവും ശാന്തിയും സന്തോഷവും അനുഭവമാകും. അത്തരമൊരു അവസ്ഥയിൽ അസുഖമോ കലഹമോ ഉടലെടുക്കില്ല. ചരിത്രാതീത കാലം തൊട്ടുള്ള മഹാരഹസ്യങ്ങൾ വെളിപ്പെടുമെന്ന പ്രതീക്ഷയോടും തെല്ല വിസ്മയത്തോടുമാണ് ഹെർമിസിൻ്റെ ശവകുടീരം തുറക്കപ്പെട്ടത്. എന്നാൽ ആ രഹസ്യം എത്ര ആന്തരികമാണോ അത്ര തന്നെ ബാഹ്യവും, എത്ര അമൂർത്തമാണോ അത്ര തന്നെ മൂർത്തവുമാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ഉപബോധ മനസ്സിൽ എന്താണോ പതിയുന്നത് അത് കാലത്തിൻ്റെ തിരശീലയിൽ പ്രകടിപ്പിക്കപ്പെടുന്നു. മോശയും യെശയ്യാവും യേശുവും ബുദ്ധനും സൊറോസ്റ്ററും ലാവോസിയും തുടങ്ങി എല്ലാ ആചാര്യന്മാരും
ഊന്നിപ്പറഞ്ഞിട്ടുള്ളത് ഇതേ സത്യമാണ്. സത്യമെന്ന നിങ്ങൾക്ക് വ്യക്തിപരമായി തോന്നുന്ന കാര്യങ്ങളാണ് സാഹചര്യങ്ങളായും സന്ദർഭങ്ങളായും സംഭവങ്ങളായും ഉരുത്തിരിയുന്നത്. ഗതിയും വികാരവും തമ്മിലുള്ള സന്തുലനം പ്രധാനമാണ്. സ്വർഗത്തിൽ അഥവാ നിങ്ങളുടെ മനസ്സിൽ എന്താണോ അതുതന്നെ ഭൂമിയിലും അഥവാ നിങ്ങളുടെ ശരീരത്തിലും ചുറ്റുപാടിലും തെളിയുന്നു. ഇതാണ് ജീവിതത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാന നിയമം. പ്രവർത്തനത്തിൻ്റെയും പ്രതിപ്രവർത്തനത്തിൻ്റെയും ചലനത്തിൻ്റെയും നിശ്ചലാവസ്ഥയുടെയും നിയമങ്ങൾ പ്രകൃതിയിലാകെ പ്രവർത്തിക്കുന്നതായി കാണാം. ഈ രണ്ട് അവസ്ഥകളും സന്തുലനാവസ്ഥയിൽ നിൽക്കുമ്പോൾ സൗഖ്യവും മൈത്രിയും കളിയാടുന്നു. ജീവന്റെ ക്രമം നിങ്ങളിലൂടെ ചിട്ടയായും ക്രമഭംഗം വരാതെയും കടന്നുപോകാൻ അനുവദിക്കലാണ് നിങ്ങളുടെ ദൗത്യം. നാം അകത്തേക്ക് സ്വീകരിക്കുന്നതും പുറത്തേക്ക് നൽകുന്നതും തുല്യമായിരിക്കണം. അകത്തു പതിയുന്നതും പുറത്ത് പ്രകടിപ്പിക്കുന്നതും സമാനമാകണം. ആഗ്രഹ പൂർത്തീകരണത്തിന് വരുന്ന തടസ്സങ്ങളാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന നിരാശയുടെയും അമർഷത്തിൻ്റെയും ഹേതു. പ്രതികൂലമായ വിനാശക്തമായ ദുഷിച്ച ചിന്തകൾ നിങ്ങൾ മനസ്സിൽ വളർത്തുമ്പോൾ അവ വിനാശക്തമായ വികാരങ്ങൾ ഉണ്ടാക്കുകയും അത്തരം വികാരങ്ങൾ പുറത്തു വരുവാനുള്ള അവസരം പാർത്തിരിക്കുകയും ചെയ്യുന്നു. ഉപദ്രവകാരികളായ ഇത്തരം വികാരങ്ങളാണ് അൾസറായും ഹൃദ്രോഗമായും ആശങ്കയായും പരിഭ്രാന്തിയായും നിങ്ങളിൽ പ്രകടമാകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അവനവനോട് തന്നെ തോന്നുന്ന വികാരം എന്താണ്? നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അണുവും ആ വികാരമാണ് ഉദ്യോതിപ്പിക്കുന്നത്. നിങ്ങളുടെ ഓജസ്, ശരീരം, സാമ്പത്തിക സ്ഥിതി, സൗഹൃദങ്ങൾ, സാമൂഹിക പദവി ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നതിൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രകടമാകുന്നതിൻ്റെയും യഥാർത്ഥ അർത്ഥം അതാണ്. മനസ്സിൽ പ്രതികൂല ചിന്തകൾ വളർത്തുന്നതിലൂടെ നാം നമ്മെ തന്നെയാണ് മുറിവേൽപ്പിക്കുന്നത്. പേടി, ദേഷ്യം, അസൂയ, പക എന്നിങ്ങനെയുള്ള വികാരങ്ങൾ കൊണ്ട് നിങ്ങൾ എത്ര തവണ സ്വയം വേദനിപ്പിച്ചിട്ടുണ്ട്? നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പടരുന്ന വിഷമാണ് ഈ വികാരങ്ങൾ. ഇത്തരം ചിന്തകളോടെയല്ല നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത്. ജീവിതത്തെ സമ്പന്നമാക്കുന്ന ചിന്തകൾ ഉപബോധ മനസ്സിലേക്ക് പകരുക. അങ്ങനെ ചെയ്താൽ അവിടെ വസിക്കുന്ന എല്ലാ അധമ വികാരങ്ങളെയും നിങ്ങൾക്ക് ഇല്ലാതാക്കാനാകും. ഈ പ്രക്രിയ തുടർന്നു പോകവേ അസന്തുഷ്ടമായ ഭൂതകാലം ഒരു ഓർമ്മ പോലും അവശേഷിക്കാത്ത വിധം നിങ്ങളിൽ നിന്നും മറഞ്ഞു പോകും. ഉപബോധം മാരക രോഗത്തെ സുഖപ്പെടുത്തുന്നു. ഉപബോധ മനസ്സിൻ്റെ സൗഖ്യപ്പെടുത്താനുള്ള ശക്തിയുടെ ഏറ്റവും മികച്ച ദൃഷ്ടാന്തമാണ് വ്യക്തിപരമായ രോഗസൗഖ്യമെന്ന അനുഭവം. 40ഓളം വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായിരുന്ന ത്വക്ക് രോഗം പ്രാർത്ഥനയിലൂടെ ശമിച്ചിട്ടുണ്ട്. ആ രോഗം പടരുന്നത് തടയാൻ വൈദ്യശാസ്ത്രം പരാജയപ്പെടുകയും സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു അനുഭവമുണ്ടായത്. മനുഷ്യ മനസ്സിനെക്കുറിച്ച് ആഴത്തിൽ അറിവുള്ള ഒരു പുരോഹിതൻ ബൈബിളിലെ 139 സങ്കീർത്തനത്തിൻ്റെ "In the book all my members were written, which in continuous were fashioned when as yet there was none of them" വരികൾക്കിടയിലുള്ള അർത്ഥം ഒരിക്കൽ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അദൃശ്യമായ ഒരു കോശത്തിൽ നിന്ന് ശരീരത്തിലെ അവയവങ്ങളെയെല്ലാം രൂപപ്പെടുത്തുന്ന ഉപബോധ മനസ്സിനെയാണ് പുസ്തകം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം എനിക്ക് വിവരിച്ചു തന്നു. എൻ്റെ ശരീരം മുഴുവൻ ഉണ്ടാക്കിയെടുത്ത ഉപബോധ മനസ്സിന് അതിനെ സുഖപ്പെടുത്തി അതിൻ്റെ അന്തർലീനമായ ഘടനയനുസരിച്ച് പുതുക്കിപ്പണിയുവാനും കഴിയുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ആ പുരോഹിതൻ താൻ ധരിച്ചിരുന്ന വാച്ച് എടുത്ത് കാണിച്ച് ഇപ്രകാരം പറഞ്ഞു: "ഈ വാച്ച് ഉണ്ടാക്കിയത് ഒരു വ്യക്തിയാണ്. അതിന് ഇപ്പോഴുള്ള ആകൃതി ഉണ്ടാകുന്നതിന് മുമ്പ് അതിൻ്റെ രൂപം അത് ഉണ്ടാക്കിയ ആളുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വാച്ചിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാലും അത് ശരിയാക്കിയെടുക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും. എൻ്റെ ശരീരം രൂപപ്പെടുത്തിയ ഉപബോധ മനസ്സിൻ്റെ വിവേകം വാച്ചുണ്ടാക്കിയ ആ വ്യക്തിയെപ്പോലെയാണെന്ന് എൻ്റെ സുഹൃത്ത് ഓർമ്മിപ്പിച്ചു. ആ വ്യക്തിക്ക് വാച്ച് നന്നാക്കിയെടുക്കാൻ കഴിയുന്ന പോലെ എൻ്റെ ശരീരത്തെ സുഖപ്പെടുത്തി പുനരുജ്ജീവിപ്പിച്ച് ജീവനാവശ്യമായ
പ്രക്രിയകൾ നിയന്ത്രിക്കാൻ എൻ്റെ ഉപബോധ മനസ്സിനും സാധിക്കും. പൂർണ്ണ ആരോഗ്യം എന്ന അവസ്ഥ എങ്ങനെയാണെന്നതിൻ്റെ ധാരണ ഞാനെൻ്റെ ഉപബോധ മനസ്സിലേക്ക് പകരണം എന്ന് മാത്രം. ആ അറിവ് ഹേതുവായി പ്രവർത്തിക്കുമ്പോൾ രോഗസൗഖ്യം എന്ന ഫലം ദൃശ്യമാകുന്നു. എൻ്റെ ശരീരവും അതിനുള്ളിലെ എല്ലാ അവയവങ്ങളും നിർമ്മിച്ചെടുത്തത് എൻ്റെ ഉപബോധ മനസ്സിൻ്റെ അതിരറ്റ വിജ്ഞാനമാണ്. എന്നെ എങ്ങനെ സുഖപ്പെടുത്തണമെന്നും അതിന് ബോധ്യമുണ്ട്. എൻ്റെ അവയവങ്ങളും കോശജാലവും എല്ലുകളും മാംസപേശിയുമെല്ലാം രൂപപ്പെടുത്തിയത് ആ വിവേകമാണ്. രോഗശാന്തി പകരുന്ന അഭൗമമായ ആ ശക്തി ഈ സമയം എന്നിൽ പ്രവർത്തിച്ച് എൻ്റെ ശരീരത്തിലെ ഓരോ അണുവിനെയും പൂർണ്ണതയിലെത്തിക്കുകയാണ്. രോഗസൗഖ്യം പകരുന്ന ഈ പ്രക്രിയ നടക്കുന്നതിൽ എനിക്ക് കൃതജ്ഞതയുണ്ട്. എൻ്റെ ഉള്ളിലുള്ള സർഗാത്മകമായ ശക്തിക്ക് അത്ഭുതങ്ങൾ കാണിക്കാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ വളരെ ലളിതമായ പ്രാർത്ഥനയാണ് ഞാൻ നടത്തിയത്. ഈ പ്രാർത്ഥന ദിവസത്തിൽ 2-3 തവണ 5 നിമിഷമെടുത്ത് ഞാൻ ഉറക്കെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. 3 മാസങ്ങൾക്കുള്ളിൽ എൻ്റെ ത്വക്ക് പൂർണ്ണ ആരോഗ്യമുള്ളതും കുറ്റമറ്റതുമായി മാറി. പൂർണ്ണതയുടെയും സൗന്ദര്യത്തിൻ്റെയും ജീവോന്മുഖമായ ഘടന എൻ്റെ ഉപബോധ മനസ്സിലേക്ക് പകരുക മാത്രമാണ് ഞാൻ ചെയ്തത്. അതുവഴി എൻ്റെ ദുരിതങ്ങൾക്ക് കാരണമായിരുന്ന പ്രതികൂല ചിന്താരീതികളെയും സങ്കല്പങ്ങളെയും ഉപബോധ മനസ്സിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കി. നിങ്ങളുടെ ശരീരത്തിൽ പ്രകടമാകുന്ന ഏതൊന്നിൻ്റെയും സങ്കല്പം ആദ്യം രൂപപ്പെടുന്നത് മനസ്സിലാണ്. സർഗാത്മകമായ നിശ്ചയങ്ങൾ നിങ്ങൾ ഉപബോധ മനസ്സിൽ നിറയ്ക്കുമ്പോൾ ശരീരത്തിലും അതനുസരിച്ചുള്ള മാറ്റമുണ്ടാകുന്നു. ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഉപബോധ മനസ്സ് എങ്ങനെ നിയന്ത്രിക്കുന്നു? നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴോ കിടക്കയിൽ സുഖമായി ഉറങ്ങുമ്പോഴോ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ നിരന്തരമായ അക്ഷീണമായ പ്രവർത്തനം നിങ്ങളുടെ ബോധ മനസ്സിൻ്റെ സഹായമില്ലാതെ നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ സുപ്രധാന പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയം താളാത്മകമായി മിടിക്കുന്നത് തുടരുന്നു. നിങ്ങളുടെ ശ്വാസകോശം വിശ്രമിക്കുന്നില്ല. നിങ്ങളുടെ രക്തം ശുദ്ധവായു ആഗിരണം ചെയ്യുന്ന ശ്വസിക്കുന്നതും പുറത്തുവിടുന്നതുമായ പ്രക്രിയ നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ പോലെ തന്നെ തുടരുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ദഹന പ്രക്രിയകളെ നിയന്ത്രിക്കുന്നു. ഗ്രന്ഥിസ്രവങ്ങളെയും അതുപോലെ നിങ്ങളുടെ ശരീരത്തിലെ മറ്റ് എല്ലാ നിഗൂഢ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. നിങ്ങൾ ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നിങ്ങളുടെ മുഖത്തെ രോമങ്ങൾ വളരുന്നു. ഉറക്കത്തിൽ ചർമ്മം ഉണർന്നിരിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ വിയർപ്പ് സ്രവിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. നിങ്ങളുടെ കണ്ണുകൾ, ചെവികൾ, മറ്റ് ഇന്ദ്രിയങ്ങൾ എന്നിവ ഉറക്കത്തിൽ സജീവമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ മഹാന്മാരായ പല ശാസ്ത്രജ്ഞർക്കും ഉറങ്ങുമ്പോൾ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവർ സ്വപ്നത്തിൽ ഉത്തരങ്ങൾ കണ്ടു. പലപ്പോഴും നിങ്ങളുടെ ബോധമനസ്സ് ഉത്കണ്ഠാഭയം, വിഷാദം എന്നിവയിലൂടെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും സാധാരണ താളത്തെയും ആമാശയത്തിൻ്റെയും കുടലിൻ്റെയും പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്തുന്നു. ഈ ചിന്താരീതികൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ സ്വരച്ചേർച്ചയുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. മാനസികമായി അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ ഏറ്റവും നല്ല നടപടിക്രമം അത് ഉപേക്ഷിക്കുക, വിശ്രമിക്കുക. നിങ്ങളുടെ ചിന്താപ്രക്രിയകളുടെ ചക്രങ്ങളെ നിശ്ചലമാക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് സംസാരിക്കുക. സമാധാനത്തിലും ഐക്യത്തിലും ദൈവിക ക്രമത്തിലും അത് ഏറ്റെടുക്കാൻ പറയുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വീണ്ടും സാധാരണമാകുമെന്ന് നിങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് അധികാരത്തോടെയും ബോധ്യത്തോടെയും സംസാരിക്കാൻ മറക്കരുത്. അത് നിങ്ങളുടെ ആജ്ഞയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്തു വില കൊടുത്തും നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനും ശ്രമിക്കുന്നു. അത് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇത് എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കാനുള്ള സഹജമായ ആഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. നിങ്ങൾ ആകസ്മികമായി എന്തെങ്കിലും മോശം ഭക്ഷണം കഴിച്ചുവെന്ന് കരുതുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ അത് വീണ്ടും ഛർദ്ദിക്കാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ അബദ്ധവശാൽ എന്തെങ്കിലും വിഷം കഴിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ നിർവീര്യമാക്കും. നിങ്ങൾ അതിൻ്റെ അത്ഭുത ശക്തിയിൽ പൂർണ്ണമായും
നിങ്ങളെ തന്നെ ഏൽപ്പിച്ചാൽ നിങ്ങൾ പൂർണ്ണമായും ആരോഗ്യവാനായി പുനഃസ്ഥാപിക്കപ്പെടും. ഉപബോധ മനസ്സിനെ നിങ്ങൾക്കായി പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെ? ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉപബോധ മനസ്സ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും അത് രാവും പകലും സജീവമാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ശരീരത്തിൻ്റെ നിർമ്മാതാവാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ആന്തരിക നിശബ്ദ പ്രക്രിയയെ ബോധപൂർവം ഗ്രഹിക്കാനോ കേൾക്കാനോ കഴിയില്ല. നിങ്ങളുടെ ജോലി നിങ്ങളുടെ ഉപബോധ മനസ്സിനോടല്ല, മറിച്ച് നിങ്ങളുടെ ബോധ മനസ്സിനോടാണ്. നിങ്ങളുടെ ബോധ മനസ്സിനെ ഏറ്റവും മികച്ചതിൻ്റെ പ്രതീക്ഷയിൽ തിരക്കിലായി നിർത്തുക. നിങ്ങൾ പതിവായി കരുതുന്ന ചിന്തകൾ മനോഹരവും സത്യവും നീതിയുക്തവും നല്ല റിപ്പോർട്ടുള്ളതുമായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് എപ്പോഴും നിങ്ങളുടെ പതിവ് ചിന്തയ്ക്ക് അനുസൃതമായി പ്രകടിപ്പിക്കുകയും പുനരുൽപ്പാദിപ്പിക്കുകയും പ്രകടമാക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ബോധമനസ്സിനെ ഇപ്പോൾ തന്നെ പരിപാലിക്കാൻ തുടങ്ങുക. ഓർക്കുക, വെള്ളം ഒഴുകുന്ന പൈപ്പിൻ്റെ ആകൃതി സ്വീകരിക്കുന്നത് പോലെ നിങ്ങളുടെ ചിന്തകളുടെ സ്വഭാവമനുസരിച്ച് നിങ്ങളിലുള്ള ജീവിത തത്വം നിങ്ങളിലൂടെ ഒഴുകുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിലെ രോഗശാന്തി സാന്നിധ്യം, ഐക്യം, ആരോഗ്യം, സമാധാനം, സന്തോഷം, സമൃദ്ധി എന്നിവയായി നിങ്ങളിലൂടെ ഒഴുകുന്നുവെന്ന് അവകാശപ്പെടുക. അതിനെ ഒരു ജീവനുള്ള ബുദ്ധിയായി, വഴിയിലെ ഒരു മനോഹരമായ കൂട്ടുകാരനായി കരുതുക. അത് നിങ്ങളെ ഉന്മേഷഭരിതരാക്കുകയും പ്രചോദിപ്പിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നിങ്ങളിലൂടെ നിരന്തരം ഒഴുകുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. അത് കൃത്യമായി ഈ രീതിയിൽ പ്രതികരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അത് നിങ്ങളോട് ചെയ്യപ്പെടുന്നു. ഉപബോധ മനസ്സിൻ്റെ രോഗശാന്തി തത്വം ക്ഷയിച്ച ഒപ്റ്റിക് ഞരമ്പുകളെ പുനഃസ്ഥാപിക്കുന്നു. ഫ്രാൻസിലെ ലൂർദ്സിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ആർക്കൈവുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അറിയപ്പെടുന്നതും കൃത്യമായി ആധികാരികമാക്കപ്പെട്ടതുമായ ഒരു കേസ് ഫ്രാൻസിലെ മാഡം ബിയറിൻ്റേതാണ്. അവർ അന്ധയായിരുന്നു. ഒപ്റ്റിക് നാഡികൾ ക്ഷയിച്ച് ഉപയോഗശൂന്യമായിരുന്നു. അവർ ലൂർദ്സിനെ സന്ദർശിക്കുകയും അവർ അത്ഭുതകരമായ രോഗശാന്തി എന്ന് വിളിക്കുകയും ചെയ്തു. 1955 നവംബറിൽ മക്കാളിൻ്റെ മാഗസിനിൽ ലൂർദ്സിലെ രോഗശാന്തികളെക്കുറിച്ച് അന്വേഷിക്കുകയും എഴുതുകയും ചെയ്ത പ്രൊട്ടസ്റ്റന്റ് യുവതിയായ റൂത്ത് ക്രാൻസ്റ്റൺ മാഡം ബിയറിനെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു: ലോർഡ്സിൽ അവൾക്ക് അവിശ്വസനീയമാം വിധം കാഴ്ച തിരിച്ചു കിട്ടി. ഒപ്റ്റിക് നാഡികൾ ഇപ്പോഴും നിർജീവവും ഉപയോഗശൂന്യമായിരുന്നുവെന്ന് ആവർത്തിച്ചുള്ള പരിശോധനകൾക്ക് ശേഷം നിരവധി ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു. 1 മാസത്തിനു ശേഷം വീണ്ടും പരിശോധനയിൽ കാഴ്ചശക്തി സാധാരണ നിലയിലേതായി കണ്ടെത്തി. എന്നാൽ ആദ്യം വൈദ്യപരിശോധനയ്ക്ക് പറയാൻ കഴിയുന്നിടത്തോളം അവൾ മൃതമായ കണ്ണുകളോടെയാണ് കാണുന്നത്. ഞാൻ പലതവണ ലൂർദ് സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയും ചില രോഗശാന്തികൾക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തീർച്ചയായും അടുത്ത അധ്യായത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത് പോലെ സംശയമില്ല. ലോകമെമ്പാടുമുള്ള നിരവധി ആരാധനാലയങ്ങളിൽ ക്രിസ്ത്യൻ അക്രൈസ്തവ ഭേദമില്ലാതെ രോഗശാന്തി നടക്കുന്നു. ദേവാലയത്തിലെ വെള്ളം നമ്മൾ ഇപ്പോൾ പരാമർശിച്ച മാഡം ബിയറിനെ സുഖപ്പെടുത്തിയില്ല, മറിച്ച് അവളുടെ സ്വന്തം ഉപബോധ മനസ്സാണ് അവളെ സുഖപ്പെടുത്തിയത്. അത് അവളുടെ വിശ്വാസത്തോട് പ്രതികരിച്ചു. അവളുടെ ഉപബോധ മനസ്സിനുള്ളിലെ രോഗശാന്തി തത്വം അവളുടെ ചിന്തയുടെ സ്വഭാവത്തോട് പ്രതികരിച്ചു. വിശ്വാസം ഉപബോധ മനസ്സിലെ ഒരു ചിന്തയാണ്. എന്തെങ്കിലും സത്യമായി അംഗീകരിക്കുക എന്നാണ് അതിനർത്ഥം. സ്വീകരിച്ച ചിന്ത സ്വയം പ്രവർത്തിക്കുന്നു. സംശയമില്ല, മാഡം ബിയർ പ്രതീക്ഷയോടെയും വലിയ വിശ്വാസത്തോടെയും അവൾക്ക് ഒരു രോഗശാന്തി ലഭിക്കുമെന്ന് ഹൃദയത്തിൽ അറിയാമായിരുന്നു. അവളുടെ ഉപബോധ മനസ്സ് അതിനനുസരിച്ച് പ്രതികരിച്ചു. എപ്പോഴും നിലനിൽക്കുന്ന രോഗശാന്തി ശക്തികളെ പുറത്തുവിട്ടു.
കണ്ണിനെ സൃഷ്ടിച്ച ഉപബോധ മനസ്സിന് തീർച്ചയായും ഒരു മരിച്ച നാഡിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും. സൃഷ്ടിപരമായ തത്വം സൃഷ്ടിച്ചത് അത് പുനർനിർമ്മിക്കാൻ കഴിയും. നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് അത് നിങ്ങൾക്ക് വേണ്ടിയാണോ ചെയ്തത്? പൂർണ്ണ ആരോഗ്യം എന്ന ആശയം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് എങ്ങനെ എത്തിക്കാം? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ എനിക്ക് പരിചയമുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് പുരോഹിതൻ തൻ്റെ ഉപബോധ മനസ്സിലേക്ക് പൂർണ്ണ ആരോഗ്യം എന്ന ആശയം എത്തിക്കാൻ ഉപയോഗിച്ച രീതിയെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് ശ്വാസകോശ അർബുദമുണ്ടായിരുന്നു. സ്വന്തം കൈപ്പടിയിൽ എനിക്ക് നൽകിയ രീതി ഇപ്രകാരമാണ്. ഒരു ദിവസം പലതവണ ഞാൻ മാനസികമായും ശാരീരികമായും പൂർണ്ണമായും വിശ്രമത്തിലാണെന്ന് ഉറപ്പാക്കും. എൻ്റെ കാലുകൾ വിശ്രമിച്ചു, എൻ്റെ കണങ്കാലുകൾ വിശ്രമിച്ചു, എൻ്റെ കാലുകൾ വിശ്രമിച്ചു, എൻ്റെ വയറിലെ പേശികൾ വിശ്രമിച്ചു, എൻ്റെ ഹൃദയവും ശ്വാസകോശവും വിശ്രമിച്ചു, എൻ്റെ തല വിശ്രമിച്ചു, എൻ്റെ മുഴുവൻ അസ്തിത്വവും പൂർണ്ണമായും വിശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ വിശ്രമിപ്പിച്ചു. ഏകദേശം 5 മിനിറ്റിനു ശേഷം ഞാൻ ഉറക്കമയക്കത്തിലായിരിക്കും. പിന്നെ ഞാൻ ഈ സത്യം സ്ഥിരീകരിച്ചു. ദൈവത്തിൻ്റെ പൂർണ്ണത ഇപ്പോൾ എന്നിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നു. പൂർണ്ണ ആരോഗ്യം എന്ന ആശയം ഇപ്പോൾ എൻ്റെ ഉപബോധ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്രതിച്ഛായ ഒരു പൂർണ്ണ പ്രതിച്ഛായയാണ്. എൻ്റെ ഉപബോധ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പൂർണ്ണ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി എൻ്റെ ശരീരത്തെ പുനർനിർമ്മിക്കുന്നു. ഈ ശുശ്രൂഷകന് ശ്രദ്ധേയമായൊരു രോഗശാന്തി ഉണ്ടായിരുന്നു. പൂർണ്ണ ആരോഗ്യം എന്ന ആശയം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കുന്നതിനുള്ള ലളിതമായ ഒരു എളുപ്പമാർഗമാണിത്. ആരോഗ്യം എന്ന ആശയം ഉപബോധ മനസ്സിലേക്ക് എത്തിക്കാനുള്ള മറ്റൊരു അത്ഭുതകരമായ മാർഗം അച്ചടക്കമുള്ളതോ ശാസ്ത്രീയമായതോ ആയ ഭാവനയാണ്. പ്രവർത്തനപരമായ പക്ഷാഘാതം ബാധിച്ച ഒരു മനുഷ്യനോട് തൻ്റെ ഓഫീസിൽ ചുറ്റി നടക്കുന്നതിൻ്റെയും മേശയിൽ തൊടുന്നതിൻ്റെയും ടെലിഫോൺ മറുപടി നൽകുന്നതിൻ്റെയും സുഖം പ്രാപിച്ചാൽ സാധാരണയായി ചെയ്യുന്നതെല്ലാം ചെയ്യുന്നതിൻ്റെയും ഒരു വ്യക്തമായ ചിത്രമെടുക്കാൻ ഞാൻ പറഞ്ഞു. പൂർണ്ണ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഈ ആശയവും മാനസിക ചിത്രവും അവൻ്റെ ഉപബോധ മനസ്സ് അംഗീകരിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തോട് വിശദീകരിച്ചു. ആ വേഷത്തിൽ അദ്ദേഹം ജീവിച്ചു. വീണ്ടും ഓഫീസിൽ തിരിച്ചെത്തിയതായി തോന്നി. തൻ്റെ ഉപബോധ മനസ്സിന് പ്രവർത്തിക്കാൻ കൃത്യമായ എന്തോ ഒന്ന് നൽകുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ ചിത്രം മനസ്സിൽ പതിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിലായിരുന്നു. ഒരു ദിവസം ഈ മാനസിക ചിത്രം ഉപയോഗിച്ച് ആഴ്ചകളോളം മനസ്സിനെ നിരന്തരം പരിശീലിപ്പിച്ചതിന് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ടെലിഫോൺ ശബ്ദിക്കുകയും ഭാര്യയും നേഴ്സും പുറത്തിരിക്കുമ്പോൾ റിംഗ് ചെയ്യുകയും ചെയ്തു. ടെലിഫോൺ ഏകദേശം 12 അടി അകലെയായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന് അതിന് ഉത്തരം നൽകാൻ കഴിഞ്ഞു. ആ മണിക്കൂറിൽ അദ്ദേഹം സുഖം പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൻ്റെ രോഗശാന്തി ശക്തി അദ്ദേഹത്തിൻ്റെ മാനസിക ഭാവനകളോട് പ്രതികരിച്ചു. തുടർന്ന് ഒരു രോഗശാന്തിയും ഉണ്ടായി. ഈ മനുഷ്യന് ഒരു മാനസിക ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് തലച്ചോറിൽ നിന്നുള്ള പ്രേരണകൾ കാലുകളിലേക്ക് എത്തുന്നത് തടയുന്നു. അതിനാൽ തനിക്ക് നടക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തൻ്റെ ഉള്ളിലെ രോഗശാന്തി ശക്തിയിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടപ്പോൾ ആ ശക്തി അതിലൂടെ പ്രവഹിച്ചു. അദ്ദേഹത്തിൻ്റെ ഏകാഗ്രമായ ശ്രദ്ധ അദ്ദേഹത്തെ നടക്കാൻ പ്രാപ്തമാക്കി. ഓർത്തിരിക്കേണ്ട ആശയങ്ങൾ: 1. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ സുപ്രധാന പ്രക്രിയകളെയും നിയന്ത്രിക്കുകയും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം അറിയുകയും ചെയ്യുന്നു. 2. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു പ്രത്യേക അഭ്യർത്ഥന കൈമാറുകയും അതിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തി സ്വയം തെളിയിക്കുകയും ചെയ്യുക. 3. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ പതിഞ്ഞതെല്ലാം സ്ഥലത്തിൻ്റെ സ്ക്രീനിൽ അവസ്ഥകളായും അനുഭവങ്ങളായും സംഭവങ്ങളായും പ്രകടമാകുന്നു. അതിനാൽ നിങ്ങളുടെ ബോധമനസ്സിൽ ഉടലെടുക്കുന്ന എല്ലാ ആശയങ്ങളെയും ചിന്തകളെയും നിങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം. 4. പ്രവർത്തനത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും നിയമം സാർവത്രികമാണ്. നിങ്ങളുടെ ചിന്ത പ്രവൃത്തിയാണ്. പ്രതികരണം നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ചിന്തയോടുള്ള യാന്ത്രിക പ്രതികരണമാണ്.
നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. 5. എല്ലാ നിരാശയും സഫലമാക്കാത്ത ആഗ്രഹങ്ങൾ മൂലമാണ്. എല്ലാ നിരാശയും സഫലമാകാത്ത ആഗ്രഹങ്ങൾ മൂലമാണ്. നിങ്ങൾ തടസ്സങ്ങൾ, കാലതാമസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനനുസരിച്ച് പ്രതികരിക്കുകയും നിങ്ങളുടെ സ്വന്തം നന്മയെ തടയുകയും ചെയ്യും. 6. എനിക്ക് ഈ ആഗ്രഹം നൽകിയ ഉപബോധ മനസ്സ് ഇപ്പോൾ എന്നിലൂടെ അത് നിറവേറ്റുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ ബോധപൂർവം ഉറപ്പിച്ചും പറഞ്ഞാൽ ജീവിത തത്വം നിങ്ങളിലൂടെ താളാത്മകമായും യോജിപ്പിലും ഒഴുകും. ഇത് എല്ലാ സംഘർഷങ്ങളെയും ഇല്ലാതാക്കുന്നു. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.